ഇതിപ്പോ കുറച്ച് ആൾക്കാർക്കൊക്കെ പണി കിട്ടുമല്ലോ. ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഇവരൊക്കെ ഇത് എടുത്തിട്ടുള്ളത്. എന്താണെന്നല്ലേ, ഫാമിലി വിസയുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പത്രങ്ങളിലെ കൂടി നിങ്ങളെല്ലാവരും ഒരു വാർത്ത വായിച്ചു കാണും. അതായത് കുവൈറ്റിൽ കോവിഡ് വന്നതിന് ശേഷമാണ് ഫാമിലി വിസയും ഫാമിലി വിസിറ്റ് വിസയും ഒക്കെ നിർത്തലാക്കിയത്. അതിന് ശേഷം ഇപ്പം അടുത്ത ഒരു വർഷം മുമ്പാണ് ഫാമിലി വിസയൊക്കെ ഓപ്പൺ ആക്കിയിട്ട് കൊടുത്തത്. ഫാമിലി വിസ ആദ്യം ഓപ്പൺ ആക്കിയ സമയത്ത് 800 ദിനാർ സാലറി, അതുപോലെ തന്നെ ഡിഗ്രി ഉണ്ടായിരിക്കണം, അങ്ങനെയൊക്കെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അതിൽ മാറ്റം വന്നു. ഡിഗ്രി ആവശ്യമില്ല, 800 ദിനാർ ഇത്നാമല്ല സാലറി ഉണ്ടെങ്കിൽ ഫാമിലി വിസ കിട്ടുമെന്നുള്ളൊരു നിയമം വന്ന്. ആ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് 800 ദിനാർ സാലറി ഇല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ സാലറി കൂട്ടിയിട്ടിട്ട് ഫാമിലി വിസ എടുത്ത്, അങ്ങനെ ഫാമിലി വിസ എടുത്ത് ഫാമിലി ഇവിടെ വന്ന് വിസയൊക്കെ അടിച്ചതിന് ശേഷം വീണ്ടും അവർ വിസ റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് സാലറി കുറച്ചു. അതായത് ആ പഴയ ഇതിലേക്ക് അവർ കൊണ്ടുവന്നു. ഇപ്പോൾ കുവൈത്ത് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചെങ്കിൽ, മുമ്പുണ്ട ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു വർഷം മുമ്പ് ഈ കോവിഡ് കഴിഞ്ഞ ശേഷം ഫാമിലി വിസ ഓപ്പൺ ആയതിൻ്റെ ശേഷം ഫാമിലി വിസ എടുത്ത ആൾക്കാർ ഇങ്ങനെ സാലറി കുറച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർ ഫാമിലിൻ്റെ നാട്ടിലേക്ക് അയക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ അവർ സാലറി 800ലേക്ക് കയറ്റി വെക്കുക. അതിന് ഗവൺമെൻറ് 1 മാസത്തെ സമയം കൂടെ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഫാമിലി വിസയൊക്കെ എടുത്തത്. കാരണം ഫാമിലിനെ കൂടെ നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട്. പക്ഷെ ഇപ്പോൾ ഇതിങ്ങനെയും ആയി. അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റ് വഴിയും വിളിച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട്, 20-ാം നമ്പർ വിസക്കാർ നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ എത്ര മാസം നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും? പല വാർത്തകളൊക്കെ കണ്ടിരുന്നു, 4 മാസം 3 മാസം, അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് ചോദിച്ചിരുന്നു. ഒരു പ്രാവശ്യം അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. നിലവിൽ കുവൈറ്റിൽ ഫാമിലി വിസ ആയെങ്കിലും ഇനി 20-ാം നമ്പർ വിസ ആയെങ്കിലും 18-ാം നമ്പർ വിസ ആയെങ്കിലും ഇനി ഏത് വിസ ആയെങ്കിലും നാട്ടിൽ പോയെങ്കിലും പഴയതുപോലെ 6 മാസം വരെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതിൽ ചെറിയൊരു മാറ്റമുള്ള എന്താ വെച്ചെങ്കിൽ, ഈ 20-ാം നമ്പർ വിസക്കാർക്ക് അവരിവിടുന്ന് നാട്ടിലേക്ക് പോയി കഴിഞ്ഞെങ്കിൽ 3 മാസം കഴിഞ്ഞെങ്കിൽ അവരുടെ സ്പോൺസർക്ക് വേണമെങ്കിൽ അവരുടെ സഹേൽ ആപ്പ് വെച്ചിട്ട് അവരുടെ വിസ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാത്ത പക്ഷം 6 മാസം വരെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. എൻ്റെ കൂട്ടത്തിൽ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഒത്തിരി സുഹൃത്തുക്കൾ ഇതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിലേക്ക് പോകുമ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എങ്കിലും ഒത്തിരി ആൾക്കാർ ഇപ്പോഴും കമൻറ്റ് വഴിയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്, അറിയുന്ന ആൾക്കാർക്കല്ല. നാട്ടിലേക്ക് പോകുമ്പോൾ സിവിൽ ഐ ഡി കാർഡ് നിർബന്ധമുണ്ടോ, മൊബൈൽ ഐ ഡി വെച്ചിട്ട് പോകാൻ വേണ്ടി പറ്റുമെന്നൊക്കെ ചോദിച്ചിരുന്നു. നമുക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ സിവിൽ ഐ ഡി കാർഡിൻ്റെ അതേ വാല്യം തന്നെയാണ് മൊബൈൽ സിവിൽ ഐ ഡിക്കും. മൊബൈൽ സിവിൽ ഐ ഡി വെച്ചിട്ട് നമുക്ക് നാട്ടിൽ പോകുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.